ഹലോ ഓൾ. കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ എങ്ങനെയാണ് പൈത്തണിൽ ഒരു പ്രോഗ്രാം ചെയ്യുക എന്നുള്ളതിനെക്കുറിച്ച് പറഞ്ഞു തുടങ്ങിയിരുന്നു. നമ്മൾ പറഞ്ഞിരുന്നു പ്രിൻ്റ് ഹലോ വേൾഡ് എന്നുള്ളൊരു സംഗതി നമ്മൾ പൈത്തണിൽ ചെയ്യുന്നത് എങ്ങനെയെന്നുള്ളത് ഇന്ന് നമ്മൾക്ക് ഡിസ്കസ് ചെയ്യാമെന്നുള്ള കാര്യം. അപ്പോൾ ഒരു 6ാം ക്ലാസ് വിദ്യാർത്ഥിയുടെ ബേസിക് ഇംഗ്ലീഷ് ലാംഗ്വേജ് പ്രൊഫഷൻസി വെച്ചിട്ട് തന്നെ നമുക്ക് എല്ലാവർക്കും പൈത്തൺ വളരെ പെട്ടെന്ന് പഠിക്കാൻ പറ്റും എന്നുള്ള കാര്യം നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞു. അപ്പോൾ ഇന്ന് നമ്മൾ എങ്ങനെയാണ് ഈ പറഞ്ഞ പ്രിൻ്റ് ഹലോ വേൾഡ് പൈത്തണിൽ ചെയ്യുക എന്നുള്ളതാണ് കാണാൻ പോകുന്നത്. അപ്പോൾ പൈത്തണിൽ നമുക്ക് ഒരുപാട് ഐഡിയസ് ഉണ്ട്. അതിൽ ഏറ്റവും സിമ്പിളായിട്ട് നമുക്ക് വർക്ക് ചെയ്യാൻ പറ്റിയ ഒരു ഐഡിയ ആണ് ഗൂഗിൾ കൊളാബ്. അത് ആക്ച്വലി ജൂപ്പിറ്റർ നോട്ട്ബുക്ക് എന്ന് പറയുന്ന ഈ ഒരു സംഗതിയും ഗൂഗിളിൻ്റെ ബാക്കെൻഡും കൂടെ വെച്ചിട്ടാണ് ഗൂഗിൾ കൊളാബ് എന്നുള്ള ഐഡിയ ആക്ച്വലി മേക്ക് ചെയ്തിട്ടുള്ളത്. അതിനൊരു അഡ്വാൻറ്റേജ് എന്തെന്ന് വെച്ചാൽ സാധാരണ ഒരു മെഷീൻ ലേണിംഗ് മോഡലൊക്കെ നമ്മൾ റൺ ചെയ്യുമ്പോൾ നമ്മളെ കമ്പ്യൂട്ടറിൻ്റെ കപ്പാസിറ്റിയാണ് അവിടെ ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യപ്പെടുന്നത്. അതിന് പകരം ഗൂഗിൾ സെർവറിൽ ഒരു വെബ് ആപ്ലിക്കേഷനായിട്ട് നമുക്ക് വർക്ക് ചെയ്യാം എന്നുള്ളതാണ് ഗൂഗിൾ കൊളാബിൻ്റെ ഏറ്റവും വലിയ അഡ്വാൻറ്റേജ് എന്നുള്ളത്. അതുകൊണ്ട് തന്നെ നമ്മളെ കമ്പ്യൂട്ടറിൻ്റെ ഹാർഡ്വെയർ ലിമിറ്റേഷനോ നമ്മുടെ കമ്പ്യൂട്ടറിൻ്റെ GPU കപ്പാസിറ്റിയോ ഒന്നും തന്നെ നമ്മൾ ആലോചിക്കേണ്ടതില്ല. നല്ലൊരു ഇൻ്റർനെറ്റ് കണക്ടിവിറ്റി ഉണ്ടെങ്കിൽ വളരെ ഈസി ആയിട്ട് നമുക്ക് ഗൂഗിൾ കൊളാബ് യൂസ് ചെയ്തിട്ട് പൈത്തൺ റൺ ചെയ്യാൻ പറ്റും. അപ്പോൾ അതെങ്ങനെയെന്നുള്ളതാണ് ഇനി ഞാൻ കാണിക്കാൻ പോകുന്നത്. അപ്പോൾ ആദ്യം നമ്മൾ ജസ്റ്റ് ഗൂഗിൾ സെർച്ച് ചെയ്തിട്ട് ഗൂഗിൾ കൊളാബ് എന്ന് സെർച്ച് ചെയ്യുക. അപ്പോൾ നമുക്ക് ഇതുപോലെ ഒരു വിൻഡോ കാര്യങ്ങൾ വരും. ഈ വിൻഡോയിൽ നമ്മൾ പിന്നെ ഗൂഗിൾ കൊളാബ് അല്ലെങ്കിൽ നോട്ട്ബുക്സ് എന്ന് പറയുന്ന ഏതെങ്കിലും ഒരു മെനു നമ്മൾ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഗൂഗിൾ കൊളാബിൻ്റെ ഇങ്ങനെ ഒരു വിൻഡോ വരും. അതിൽ ന്യൂ നോട്ട്ബുക്ക് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഗൂഗിൾ കൊളാബിൻ്റെ നമുക്ക് ടൈപ്പ് ചെയ്യാൻ പറ്റുന്ന ഒരു ഫ്രണ്ട് എൻഡ് കാര്യങ്ങൾ നമുക്ക് കിട്ടും. അപ്പോൾ ഇങ്ങനൊരു മെനു നിങ്ങൾക്ക് കിട്ടിക്കഴിഞ്ഞാൽ, ഇങ്ങനൊരു വിൻഡോ കിട്ടിക്കഴിഞ്ഞാൽ ഇതിൽ മുകളിൽ നിങ്ങൾക്ക് അൺടൈറ്റിൽഡ് എന്ന് കാണുന്ന ഭാഗത്ത് നമ്മളെ ഫയൽ നെയിം ഒക്കെ നമുക്ക് കൊടുക്കാം. പൈത്തൺ ക്ലാസ്ന്നോ അല്ലെങ്കിൽ പൈത്തണോ ഒക്കെ നമുക്ക് ഫയൽ നെയിം കൊടുക്കാം. അതിന് താഴെ നമ്മൾ വേർഡിലൊക്കെ കാണുന്ന പോലെ ഒരു മെനു ബാർ കാര്യങ്ങളുണ്ട്. അതിന് താഴെയായിട്ട് കാണുന്ന ഒരു സെല്ലിലാണ് നമ്മൾ ആക്ച്വലി പൈത്തൺ കാര്യങ്ങളൊക്കെ കോഡൊക്കെ നമുക്ക് റൺ ചെയ്യുന്നത്. ഇവിടെ നമുക്ക് സ്റ്റാർട്ട് കോഡിംഗ് ഓർ ജനറേറ്റ് വിത്ത് AI എന്നുള്ളൊരു ഓപ്ഷൻ കാണാം. ഇതിൽ സ്റ്റാർട്ട് കോഡിംഗ് എന്നുള്ളിടത്ത് ഞാനിപ്പോൾ പ്രിൻ്റ് ഹലോ വേൾഡ് എന്നുള്ള സംഗതി ടൈപ്പ് ചെയ്യുകയാണ്. അപ്പോൾ ഈ കോഡ് റൺ ചെയ്യുന്ന സമയത്ത് എനിക്കിതാ കണ്ടില്ലേ, ഇവിടെ ഹലോ വേൾഡ് എന്നുള്ള സംഗതി പൈത്തൺ പ്രിൻ്റ് ചെയ്ത് തരുന്നുണ്ട്. ഇനി അതല്ല, എനിക്ക് കോഡിംഗ് ഒന്നും അറിയാത്ത ഒരാളാണെങ്കിലോ എനിക്കിവിടെ ജനറേറ്റ് AI എന്നുള്ളൊരു ഓപ്ഷൻ കൂടെ ഉണ്ട്. ഈ ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞ് ഒരു പ്രോംപ്റ്റ് കൊടുത്തു കഴിഞ്ഞാൽ റൈറ്റ് എ പൈത്തൺ പ്രോഗ്രാം ടു പ്രിൻ്റ് ഹലോ വേൾഡ് എന്നൊരു പ്രോംപ്റ്റ് കൊടുത്തു കഴിഞ്ഞാൽ വളരെ ഈസി ആയിട്ട് നമുക്ക് ഈ പ്രോംപ്റ്റ് വഴി പ്രിൻ്റ് ചെയ്യാനും സാധിക്കും. തുടർന്ന് എങ്ങനെ ഇനി ഫർദർ ആയിട്ട് ഹയർ ലെവൽ പൈത്തൺ പ്രോഗ്രാം ചെയ്യുക എന്നുള്ളത് നമ്മൾ അടുത്ത വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാം.